ആരാധകർക്കായി എന്നും ഒരു സസ്പെൻസ് ബാക്കി വെക്കാറുണ്ട് ലയണൽ സ്കലോണി. ലോക ഫുട്ബോളിലെ വമ്പന്മാരെല്ലാം ടീമിനെ പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ലോക ചാമ്പ്യന്മാരുടെ പട്ടിക മാത്രം പുറത്തു വന്നിരുന്നില്ല. അയാൾ എന്താണ് കരുതി വച്ചിട്ടുണ്ടായിരിക്കുക എന്നാലോചിച്ച് അക്ഷമരായി നിൽക്കുന്ന ആരാധകർക്കിടയിലേക്കാണ് സ്കലോണി ആ 10ാം നമ്പറുകാരന്റെ മുന്നിൽ നിർത്തി പട്ടിക പുറത്തുവിടുന്നത്. പ്രതീക്ഷിച്ചിരുന്ന പേരുകൾ വെട്ടിയും പുതിയ പേരുകൾ കൂട്ടിച്ചേർത്തും ഒരു ചാമ്പ്യൻ സംഘത്തെ സ്കലോണി ഒരുക്കി നിർത്തി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചു: ഹണിമൂൺ കാലം കഴിഞ്ഞു, ഇനി പോരാട്ടത്തിന്റെ കാലം. അതെ, നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം ഖത്തറിൽ കിട്ടിയ ആ കനക കിരീടത്തിന്റെ പേരിലുള്ള ആഘോഷം നിർത്താനായി. ഇനി ആഘോഷം തുടരണമെങ്കിൽ മറ്റൊരു കപ്പ് വേണം. അമേരിക്കയിൽ അത് നിലനിർത്തണം. ലയണൽ മെസ്സി, എമിലിയാനോ മാർട്ടിനസ്, നിക്കോളാസ് ഒറ്റാമെന്റി, റോഡിഗ്രോ ഡീപോൾ, ജൂലിയൻ അൽവാരസ് എന്നിങ്ങനെ 2022 ലോകകപ്പ് കളിച്ച ഒട്ടുമിക്ക താരങ്ങളും ആ സംഘത്തിലുമുണ്ട്. അതിൽ പലരും ഇപ്പോൾ വളർന്ന് തിളക്കമുള്ള താരകങ്ങളായിരിക്കുന്നു. മുന്നേറ്റവും മധ്യനിരയും അതിശക്തം. പ്രതിരോധ കോട്ടയിൽ ഒട്ടാമെന്റിയും പിറകിൽ എമിലിയാനോയും നിലയുറപ്പിക്കുമ്പോൾ ഒന്ന് വ്യക്തം: കിരീടം നിലനിർത്തുന്നതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും ഈ നീലക്കുപ്പായക്കാർക്കില്ല. മെസ്സിപ്പടയെ വീഴ്ത്താൻ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തെടുക്കേണ്ടി വരും എതിരാളികൾക്ക്. കണ്ണുകളെല്ലാം നായകൻ മെസ്സിയിൽ തന്നെയാണ്. ക്യാപ്റ്റൻ ബാൻഡും അണിഞ്ഞ് ലോകകപ്പിന്റെ മഹാമൈതാനത്ത് ഒരിക്കൽ കൂടി അയാൾ ഇറങ്ങുമ്പോൾ തന്നെ എതിരാളികളുടെ കണക്കുകൂട്ടലുകൾ പിഴക്കും. പഠിച്ചുറപ്പിച്ച പാഠങ്ങൾ തെറ്റും. പിന്നെ പോരാട്ടമാണ്. അതിൽ അയാളെ വീഴ്ത്താനായാൽ മാത്രം എതിരാളികൾക്ക് ചിരിക്കാം. പരാജയപ്പെട്ട യുദ്ധങ്ങളും ചിതറിയ സ്വപ്നങ്ങളുമായി തലകുനിച്ചു നിന്ന ഒരു ജനതക്കായി നെഞ്ചും വിരിച്ചു നിന്ന് പോരാടിയയാളാണ് ആ 10ാം നമ്പറുകാരൻ. കൈവിട്ട കിരീടങ്ങളെല്ലാം ചങ്കുറപ്പോടെയാണ് വെട്ടിപ്പിടിച്ചത്. ആ നീലക്കുപ്പായത്തിൽ ആലേഖനം ചെയ്തു വെച്ച 3ാം നക്ഷത്രത്തിന് പറയാനുള്ളത് അത്രയും അയാളെ കുറിച്ചായിരിക്കും. ഇക്കുറി വരുന്നത് പക്ഷേ പുതിയ ഭാവത്തിലാണ്. സമ്മർദ്ദങ്ങളില്ല, ഭാരങ്ങളില്ല. കരിയറിൽ പൂർണ്ണത പ്രാപിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഒരിക്കൽ കൂടി ആ കിനാവ് തേടി പന്തു തട്ടാമെന്ന് അയാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കാത്തിരിക്കൂ എന്ന് നീലക്കുപ്പായക്കാരെ ഹൃദയത്തിലെത്തുന്ന ഒരു ജനതയോട് പറയുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം: കാണാൻ പോകുന്നത് മറ്റൊരു മെസ്സിയായിരിക്കും. ബൂട്ടുകളിൽ ഇപ്പോഴും പിടികൊടുക്കാത്ത മായാജാലമുണ്ട്. ഒരു കിരീടധാരണം കൂടി കഴിഞ്ഞു മാത്രമേ ഡഗ്ഔട്ടിലേക്ക് അവസാനമായി അങ്ങനെയൊരു തിരിച്ചു നടത്തമുള്ളൂ എന്നാണെങ്കിൽ പിന്നെ ലോകകപ്പിൽ ആരാധകർക്ക് പ്രതീക്ഷിക്കാൻ എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ട് മെസ്സി. 6ാം വരവിൽ ഒപ്പം കൂട്ടിനുള്ളവരും പേരുകേട്ടവരാണ്. കൂടുതൽ പേരും കഴിഞ്ഞ തവണയും കൂടെ കളിച്ചവർ. സ്ട്രൈക്കർമാരായി യുവതാരം ജൂലിയൻ അൽവാരസും ലൗട്ടാരോ മാർട്ടിനസുമുണ്ട്. തിയാഗോ അൽമാഡ, നിക്കോളാസ് പാസ്, നിക്കോളാസ് ഗോൺസാലസ്, ജൂലിയാനി സിമിയോണി, മാനുവൽ ലോപ്പസ് എന്നിവരും മുന്നേറ്റ നിരയിലുണ്ട്. എന്നാൽ പൗലോ ഡിബാലയെ ടീമിലെടുക്കേണ്ടതില്ല എന്നാണ് സ്കലോണിയുടെ തീരുമാനം. മധ്യനിരയാകട്ടെ അതിശക്തം. കഴിഞ്ഞ ലോകകപ്പിൽ തിളങ്ങിയ ലിയാൻഡ്രോ പാരഡസ്, റോഡിഗ്രോ ഡീപോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മക്കലിസ്റ്റർ എന്നിവരെയെല്ലാം സ്കലോണി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജിയോവാനി ലോ സെൽസോയും യുവതാരം വാലന്റീൻ ബാർക്കോയും എസക്കൽ പലാസിയോസും ടീമിലുണ്ട്. മധ്യനിരയിൽ അർജന്റീനക്ക് ആശങ്കകൾ ഏതുമില്ല. അതേസമയം ടീമിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന റയൽ മാഡ്രിഡിന്റെ യുവതാരം ഫ്രാങ്കോ മസ്റ്റാൻഡുവാനോയ്ക്ക് സ്ക്വാഡിൽ ഇടം കിട്ടിയില്ല. ക്രിസ്ത്യൻ റൊമേറോ, ഗോൺസാലോ മോണ്ടിയേൽ, ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കോളാസ് ഒറ്റമെന്റി തുടങ്ങിയവർ അടങ്ങിയ പ്രതിരോധം ഏതു മുന്നേറ്റത്തെയും തടയാൻ കെൽപ്പുള്ളതാണ്. ലിയാൻഡ്രോ ബാലേവി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ഫക്കുണ്ടോ മെദീന, നവൽ മൊളീന എന്നിവരും പ്രതിരോധ നിരക്ക് കരുത്തു പകരും. എമിലിയാനോ മാർട്ടിനസ് തന്നെയാകും ഗോൾവല കാക്കുക. ജെറോണിമോ റുള്ളി, ജുവാൻ മൂസോ എന്നിവരും ഗോൾ കീപ്പർമാരായി ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷകനായി അവതരിക്കുന്ന അവരുടെ മാലാഖ ഏഞ്ചൽ ഡി മറിയ ഇല്ലാത്തത് മാത്രമാണ് വലിയ നഷ്ടം. ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിലാണ് അർജന്റീന. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ ടീമുകളാണ് ഗ്രൂപ്പിലെ എതിരാളികൾ. അൾജീരിയയുമായിട്ടാണ് ആദ്യ മത്സരം. തുടർച്ചയായ 2ാം ലോക കിരീടം ലക്ഷ്യമിട്ട് സ്കലോണിയും സംഘവും ഇറങ്ങുകയാണ്. കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം.